ഷോറൂം ഭയങ്കര AC കാര്യങ്ങളൊക്കെ ഇട്ട് ഫുൾ കോട്ടൊക്കെ ഇട്ടുള്ള എക്സിക്യൂട്ടീവിനെ കാണുമ്പോൾ നോക്കാൻ നല്ല സ്റ്റാൻഡേർഡാണ്, നിങ്ങൾ അവിടെ ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. വണ്ടി എടുക്കാൻ പോകുമ്പോൾ ബാർഗെയിൻ ചെയ്ത് തന്നെ വാഹനം എടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല ഡീലുകളിൽ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ടും പറ്റും. 5 ലക്ഷം ബഡ്ജറ്റിലുള്ളവർക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന 3 കാറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതും ഈ ഒരു ഓണ സമയത്ത് അത്യാവശ്യം ഓഫേഴ്സ് റൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാത്ത മോഡൽസ് വരെ ഈ ഒരു ബഡ്ജറ്റിലുള്ളവർക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് പറഞ്ഞു പോകല്ല, എത്രയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്, എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, മെയിൻ്റനൻസ് എത്ര വരുന്നുണ്ട്, അതൊക്കെ കമ്പയർ ചെയ്തിട്ട് വിശദമായിട്ട് നമ്മൾ ഓരോ 3 വാഹനങ്ങളും കാണാൻ പോവുകയാണ്. ഫസ്റ്റ് മോഡൽ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ്. 2 റീസൺ ആണ് നമുക്കിത് സജസ്റ്റ് ചെയ്യാനുള്ളത്. പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച്, അതായത് 5,65,000 എക്സ്ഷോറും വന്നിരുന്ന മോഡലാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസ്. പക്ഷേ ഈ ഒരു ഓണത്തിന്റെ സമയത്ത് ഹ്യൂണ്ടായി അത് 4,99,000 രൂപയാക്കിയിട്ട് കുറച്ചു, അതായത് 5 ലക്ഷത്തിന് അകത്ത് തന്നെ എക്സ്ഷോറും പ്രൈസ് വരുന്ന രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് GSTയിൽ റിഡക്ഷൻ ബ്രാൻഡിന് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് അവൈലബിൾ ആവും എന്നുള്ളതാണ്. നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നതല്ല കേട്ടോ, നമ്മുടെ പ്രൊഡക്ഷൻ ലൈനിൽ വരുന്നൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പ്രൈസ് കട്ട് വന്നുകൊണ്ട് നമുക്ക് ഒരു 5 ലക്ഷം ബഡ്ജറ്റിൽ തന്നെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് പരിഗണിക്കാം. ഓൺ റോഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 5,60,000 രൂപ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. എക്സ്റ്റൻഡ് വാറന്റി കൂടി ആഡ് ചെയ്യുകയാണെങ്കിലും 5,80 റേഞ്ചിലൊക്കെ ഓൺ റോഡ് വിലക്ക് കിട്ടും. ഇനി സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ ഹുഡിന് അകത്തുള്ള കാര്യമാണ്. അതായത് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന ഏക 4 സിലിണ്ടർ എഞ്ചിനാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എന്നുള്ളതാണ്. ഏകദേശം 82 PS 113 ന്യൂട്ടൺ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിൻ നമുക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത് ഗ്രാൻഡ് ഐറ്റൻ നിയോസിലാണ് എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് കൂടെ നമ്മൾ മാനുവലാണ്, കാരണം 5 ലക്ഷത്തിനൊക്കെ എന്തായാലും ഓട്ടോമാറ്റിക് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങളൊരു 7 ലക്ഷം ബഡ്ജറ്റിൻ്റെയിലാണ് ഓട്ടോമാറ്റിക് നോക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഗ്രാൻഡ് ഐറ്റൻ നിയോസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൈലേജ് ആണ് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ, അതായത് കുറവാണെന്നുള്ളൊരു കാര്യം എന്തെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ദൂരയാത്രകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത ഓപ്ഷൻസിലേക്ക് പോകാം. അതല്ല നോർമൽ ഒരു ഫാമിലി യൂസ് ആണെങ്കിൽ ഇത് പെർഫെക്റ്റ് കാറാണ്. അതായത് ഡെയിലി നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴും കടയിലേക്ക് പോകുമ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് എടുത്ത് കൊണ്ടുപോകേണ്ട, അത്യാവശ്യം ഒക്കേഷൻസിലും അതുപോലെ ഫാമിലി ആയിട്ട് എല്ലാവരും ഒരുമിച്ച് പോകുന്ന സമയങ്ങളൊക്കെ കൊണ്ട് നടക്കാനുള്ള ഒരു വണ്ടിയാണെങ്കിലും ഏറ്റവും നമ്പർ 1 ചോയ്സ് ആയിട്ടാണ് നമ്മൾ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് പറയുന്നത്. എറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. അതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫ്രണ്ടിൽ 2 പവർ വിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട്, AC കാര്യങ്ങൾ വരുന്നുണ്ട്, അല്ലാതെ ടച്ച് സ്ക്രീൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ 6 എയർ ബാഗിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നത്, അതായത് ചെറിയ വാഹനമാണ് 5 ലക്ഷത്തിനകത്ത് എക്സ്ഷോറും വരിക എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട സേഫ്റ്റിയുടെ കാര്യത്തിൽ 6 എയർ ബാഗ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയേണ്ട ഒരു മെയിൻ്റനൻസ് ആണ്. മൈലേജ് ഫിഗർ ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 13 to 15 നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. അതായത് 13 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നോർമൽ മിക്സഡ് ആയിട്ടുള്ള നമ്മുടെ കണ്ടീഷനിലല്ലോ. ഇപ്പോൾ കേരളത്തിലെ ഒരു ടൈപ്പ് വാഹനങ്ങൾ റോഡ് കണ്ടീഷൻ അനുസരിച്ച് നമുക്കൊരു 13 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. ഹൈവേയിലൊക്കെ കയറുന്ന സമയത്ത് ഒരു 15 പ്ലസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റുന്ന ഒരു എഞ്ചിനാണ്. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ നോർമൽ ഫാമിലി യൂസിനോടൊപ്പം ഇടയ്ക്കൊരു റോഡ് ട്രിപ്പ് അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ വർഷത്തിൽ 2-3 ട്രിപ്പൊക്കെ പോകുന്നവരായിരിക്കും എല്ലാവരും. അപ്പോൾ അത്തരത്തിലുള്ള ഉപയോഗത്തിന് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിൻ, ബൂട്ട് സ്പേസ് എല്ലാം വരുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ചൂസ് ചെയ്യാനായിട്ട്. ഇനി മെയിൻ്റനൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബഡ്ജറ്റിൽ പൈസ എടുക്കുന്നവർക്ക് താങ്ങാവുന്ന രൂപത്തിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു മെയിൻ്റനൻസ് കോസ്റ്റേ വരുള്ളൂ. നമ്മളൊരു കാൽക്കുലേഷൻ എടുത്ത സമയത്ത് ഏകദേശം 50,000 കിലോമീറ്റർ ഓടാൻ 20,000 രൂപകളാണ് ഇതിൻ്റെ പീരിയോഡിക് മെയിൻ്റനൻസ് നമ്മൾ ചിലവാക്കേണ്ടതുള്ളൂ എന്ന്. അത് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നും പറയാം. സോ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് നമുക്ക് ഗ്രാൻഡ് ഐറ്റൻ നിയോസിന്റെ ഒരു സ്മൂത്ത് ആയിട്ട് റൈഡ് കിട്ടുന്ന എഞ്ചിൻ പരിഗണിക്കാവുന്നതാണ്. സെക്കൻഡ് ഓപ്ഷൻ നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഓപ്ഷനിൽ പ്രതീക്ഷിച്ച ഒരു മോഡലാണ് ആൾട്ടോ K10. നമുക്ക് 1000 cc എഞ്ചിനിൽ വരുന്നത് 4 വേരിയന്റ് ആണ് വരുന്നത്. അതിൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഷോറൂമുകളിലൊന്നും കാണാൻ പറ്റില്ല, കാരണം വെച്ചാൽ വളരെ ബേസിക് ആണ്. പവർ സ്റ്റിയറിങ്ങോ AC ഒന്നും ഇല്ലാത്തതാണ്. നമ്മൾ മലയാളികൾക്ക് ആ മോഡൽ വേണ്ട എന്നുള്ളത് മാരുതിക്കാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് LXi, VXi, VXi പ്ലസ് അങ്ങനെ 3 വേരിയന്റിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഏറ്റവും അഫോർഡബിൾ നോക്കുന്നതുകൊണ്ട് തന്നെ 5 ലക്ഷത്തിനകത്ത് നമുക്ക് ഇതിന്റെ 2 വേരിയന്റ് കിട്ടും. അതായത് LXi നമുക്ക് ഏകദേശം 4,66,000 രൂപയിലും VXi നമുക്ക് 5,23,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓണം ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട്, 40,000 രൂപ വരെയുള്ള ഓഫേഴ്സ് ഉണ്ട്. സോ അതിനേക്കാൾ കുറവിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വരെ നമുക്ക് 5.5 ലക്ഷത്തിനകത്ത് തന്നെ ഇതിന്റെ ആൾട്ടോ K10 ടോപ്പ് എൻഡ് എടുക്കാനായിട്ട് പറ്റും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1000 cc എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മൈലേജ് കിട്ടും. അതായത് K10 എല്ലാവർക്കും അറിയാവുന്നതാണ്, ആവറേജ് ഒരു 18 കിലോമീറ്ററിൽ നിങ്ങൾക്ക് K10 മൈലേജ് പ്രതീക്ഷിക്കാം. ഇനി മെയിൻ്റനൻസ് ആണെങ്കിലും മാരുതിയുടെ എൻട്രി ലെവലാണ്, വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ ഉള്ളതാണ്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ വാങ്ങാൻ പറ്റുന്നതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം K10 ആണെന്ന് പറയാം. ഏകദേശം നിങ്ങൾക്ക് 50,000 കിലോമീറ്റർ വരെ ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊതുവെയുള്ള ഒരു കണക്ക് പ്രകാരം 15,000 രൂപ നിങ്ങൾക്ക് 5 കൊല്ലത്ത് അല്ലെങ്കിൽ 50,000 കിലോമീറ്ററിനൊക്കെ നോർമൽ മെയിൻ്റനൻസ് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വേറെ ആൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുമ്പോൾ റേറ്റ് വരും. അതല്ലാതെ നോർമൽ പീരിയോഡിക് മെയിൻ്റനൻസിന് 5 കൊല്ലം ഉപയോഗിച്ചാലും ഒരു 15,000 രൂപയുടെ അകത്ത് ഒതുങ്ങി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മോഡലും കൂടിയാണ് ആൾട്ടോ K10. സോ ഈ ബഡ്ജറ്റിലെ ഫൈനൽ കാറ് 4 സ്റ്റാർ സേഫ്റ്റി തരുന്നൊരു മോഡലാണ്. അപ്പോൾ ടാറ്റയുടെ എന്നറിയാം, ടാറ്റയുടെ എൻട്രി ലെവലായ തിയാഗോ ആണ് നമുക്ക്
ഓൺ റോഡ് നോക്കുകയാണെങ്കിൽ 5,50,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് സ്മാർട്ട് എന്ന് പറയുന്ന ബേസ് വേരിയന്റിന്. തൊട്ടടുത്ത മുകളിലേക്ക് പോകുമ്പോൾ ഏകദേശം 90,000 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ഉള്ളവർക്ക് അതിലേക്ക് പോകാം ആ മോഡൽ എന്നുള്ള നിലയ്ക്ക്. എന്തായാലും ഈ ഒരു 5 ലക്ഷം റേഞ്ചിൽ കിട്ടുന്ന ഏറ്റവും എൻട്രി ലെവൽ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുമെന്ന് പറയാവുന്ന മോഡലിൽ സ്മാർട്ട് എന്ന് പറയുന്ന തിയാഗോയുടെ വേരിയന്റ് നമുക്ക് പരിഗണിക്കാം. ഇതിൽ വരുമ്പോൾ ഒരു മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കിത് 3 സിലിണ്ടർ എഞ്ചിനാണ് എന്നുള്ളതാണ്. 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 86 PS 113 ന്യൂട്ടൺ ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുക. പവറൊക്കെ നോക്കുകയാണെങ്കിൽ ഐറ്റന്റെ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള പവർ ഡെലിവറി കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇത് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിലൊക്കെ നോക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റുക 1000 cc 3 സിലിണ്ടർ ആണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ആണ് ഈ ഒരു 1200 cc 3 സിലിണ്ടർ എന്ന് പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം പവർ ഡീസൻ്റ് ആയിട്ടുള്ള പവർ കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഐറ്റണിൽ പറഞ്ഞ സെയിം ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയുള്ള ഒരു വാഹനമാണ്. നമുക്ക് അത്യാവശ്യം ഡെയിലി റണ്ണിങ്ങിനും നമ്മുടെ സാധാരണ വീക്കെൻഡ് റൈഡ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ലോങ് പോകാനും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഈ കാണുന്നതിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആണ് പ്യുർ പ്ലസ് എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. 4 ഡോറിൽ പവർ വിൻഡോ അതൊക്കെ സെക്കൻഡ് വേരിയൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ 6,57,000 ആ റേഞ്ചിലൊക്കെ നിങ്ങൾ എടുത്ത് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേരിയൻറ്റിക്കും പോകാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്റീരിയറിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ കമ്പയർ ചെയ്ത് ഐറ്റനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര തന്നെയല്ല, എന്നാലും നമുക്ക് മോശമല്ല, നമ്മുടെ ആൾട്ടോനേക്കാളും ബെറ്റർ ആണ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് 5 ലക്ഷം ബഡ്ജറ്റുള്ളവർക്ക് നമുക്ക് ഇന്ത്യയിൽ ഇന്ന് എടുക്കാൻ പറ്റുന്നതിൻ്റെ 3 ഓപ്ഷൻസ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ളവർ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. അതായത് ഈ ഒരു 5 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം ഒക്കെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ വാഹനം എടുക്കാൻ നിൽക്കുന്നവരുടെ മെയിൻ ഒരു കാര്യം എന്താ വെച്ചാൽ എന്നാൽ യൂസർ എടുക്കാം. കാരണം പുതിയത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ആൾട്ടോയും ഐട്ടൺ തിയാഗോ ഒക്കെയാണ് വേണ്ട. ആ ബഡ്ജറ്റിൽ നമ്മൾ യൂസർ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലെ സെഗ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ചിലപ്പോൾ ഒരു ബലേനോ തന്നെ കിട്ടാം, അല്ലെങ്കിൽ ഒരു സ്വിഫ്റ്റ് കിട്ടാം. അങ്ങനെയൊക്കെ നോക്കിയിട്ട് പോകുന്ന ഒരു പതിവുണ്ട്. സോ നിങ്ങൾ റെഡി പേയ്മെൻറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്, നല്ല ചോയ്സ് ആണ്. നിങ്ങൾ പുതിയ എടുക്കേണ്ട. അതല്ല നിങ്ങൾ ഫിനാൻസ് ഇട്ട് എടുക്കാനാണ് പ്ലാനെങ്കിൽ ഒരിക്കലും യൂസറിലേക്ക് പോകേണ്ട എന്നുള്ളതാണ്. ബ്രാൻഡ് ന്യൂ കാർ തന്നെ എടുക്കുക. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് റിസ്ക് ഇല്ല എന്നുള്ളതാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം യൂസർ ആകുമ്പോൾ എന്തായാലും നമുക്ക് മെയിൻ്റനൻസ് കാര്യങ്ങൾ എന്തായാലും വരും. നമുക്ക് തേയ്മാനം വരുന്ന ഒരു കാര്യങ്ങളാണ് നമ്മുടെ കാറിൽ ഉണ്ടാവുക. അതിലൊക്കെ പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫിനാൻസിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് പുതിയ കാറിനാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം നിങ്ങൾ EMI ലോൺ ഇട്ട് കഴിഞ്ഞാൽ 1,500 രൂപയ്ക്കാണ് ആവറേജ് അടക്കേണ്ടുള്ളൂ. എല്ലാ ബ്രാൻഡിലും അങ്ങനെ തന്നെയാണ്. ടാറ്റയിലൊക്കെ വളരെ കുറവാണ്. 1,420 രൂപയ്ക്ക് 1 ലക്ഷത്തിന് EMI അടക്കേണ്ടുള്ളൂ. അപ്പോൾ ഇത് നേരെ നിങ്ങൾ യൂസ്ഡിന് പോയിട്ടാണ് ഇടുന്നതെങ്കിൽ ആ 1 ലക്ഷത്തിന് നിങ്ങൾ 2,000 to 2,500 രൂപയ്ക്ക് മുകളിലാണ്. അത് 2,000 ഒന്നും എവിടെ ഇല്ല കേട്ടോ, 2,500 to 3,000 ഒക്കെ വരും നമുക്ക് 1 ലക്ഷത്തിന് രൂപക്കുള്ള EMI. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ മാസം അടക്കുന്നത് കൂടുതലും പലിശയിലേക്കാണ്. മുതലിലേക്ക് വെറും 30% എമൗണ്ട് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ പൈസ അടച്ചു വരുന്ന സമയത്ത് പുതിയതെടുക്കുന്നതിൻ്റെ സെയിം പ്രൈസ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ യൂസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഫിനാൻസ് ഇട്ട് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ഈ ഒരു ഇൻഫർമേഷൻ പറയാം. റെഡി പേയ്മെൻ്റ് ആണെങ്കിൽ ഒന്നും ചിന്തിക്കാതെ നല്ല വണ്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലും മുകളിലുള്ള സെഗ്മെൻറ്റ് എടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോയിലും പരസ്യങ്ങളും കാണുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓഫേഴ്സ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സ് നമുക്ക് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പല ഷോറൂമുകളിൽ കയറുക, കമ്പയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ബാർഗെയിൻ ചെയ്യുക. നമ്മൾ ഷോറൂം ഭയങ്കര AC കാര്യങ്ങളൊക്കെ ഇട്ട് ഫുൾ കോട്ടൊക്കെ ഇട്ടുള്ള എക്സിക്യൂട്ടീവിനെ കാണുമ്പോൾ നോക്കാൻ നല്ല സ്റ്റാൻഡേർഡാണ്, നിങ്ങൾ അവിടെ ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. വണ്ടി എടുക്കാൻ പോകുമ്പോൾ ബാർഗെയിൻ ചെയ്ത് തന്നെ വാഹനം എടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല ഡീലുകളിൽ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ടും പറ്റും. എന്തായാലും നമ്മളിപ്പോൾ 3 ബ്രാൻഡിൻ്റെ 3 വാഹനങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മാരുതിയുടെയും ഹ്യുണ്ടായുടെയും ടാറ്റയുടെയും എനിക്കറിയാവുന്ന നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസ് തരാൻ പറ്റുന്ന എക്സിക്യൂട്ടീവ്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർ വിളിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. മാക്സിമം ഓഫേഴ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. എന്തായാലും ഈ 3 വാഹനങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇതിനേക്കാൾ ബെറ്റർ ചോയ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോ കാണാം. ബൈ ബൈ.